ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസിങ് പ്രിൻറ്റ് ആൻഡ് ഡിജിറ്റൽ നറേറ്റീവ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് യൂണിറ്റാണ്. ഐ റൈറ്റ് ദ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള നജ്വാൻ ഡാവിഷ് എഴുതിയിട്ടുള്ള ഒരു പോയമാണ്, ചെറിയൊരു പോയമാണ്. നജ്വാൻ ഡാവിഷ് ഈസ് എ പാലസ്തീനിയൻ പോയറ്റ് ഫ്രം ജെറുസലേം ആൻഡ് അദ്ദേഹത്തിന് ഒരു 9ഓളം പോയട്രി ബുക്സ് എസ്പെഷ്യലി ഇൻ അറബിക് ആൻഡ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഒരു 20-ൽ കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുമുണ്ട്. ഈ വർക്ക് കൂടുതലായിട്ടും എന്താ പറയുന്നത് എക്കോ ചെയ്യുന്നത് അവരുടെ ഹോം ലാൻഡിൽ നിന്ന് അവർക്ക് മാറിപ്പോവേണ്ടി വന്നത്, അവർ മാറിപ്പോയതല്ല, അവർ ഫോഴ്സ്ഫുള്ളി ഡിസ്പ്ലേസ് ചെയ്തതാണ് അവരുടെ ഹോം ലാൻഡിൽ നിന്ന്. അപ്പോൾ അത് ആ എക്സ്പീരിയൻസാണ്, അതിൻ്റെ ഒരു പെയിനൊക്കെയാണ് വർക്കിൽ റിഫ്ലക്റ്റ് ആവുന്നത്. സോ ഈവൺ ഇഫ് ഫിസിക്കലി അവരുടെ നാട്ടിൽ നിന്ന് അവർക്ക് വേർപെട്ട് പോവേണ്ടി വന്നാൽ പോലും മെൻ്റലി ആൻഡ് ഇമോഷണലി ഓരോ പലസ്തീനിയനും പാലസ്തീനെ അവരുടെ ഉള്ളിൽ ക്യാരി ചെയ്യും എന്നുള്ളൊരു ഐഡിയയും കൂടെയാണ് നമുക്ക് ഈ പോയത്തിൽ നിന്ന് കിട്ടുന്നത്. പോയം എന്താ നോക്കാം. ഐ വോണ്ട് ടു റൈറ്റ് ദ ലാൻഡ്. ഐ വോണ്ട് ടു റൈറ്റ് ദ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, എനിക്ക് എൻ്റെ വാക്കുകളിലൂടെ ഈ നാടിനെ എഴുതണം, അല്ലെങ്കിൽ ഈ നാടിനെ കുറിച്ച് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ നാടിനെക്കുറിച്ച് എഴുതുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥം? റൈറ്റ് ദ ലാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ സ്ട്രഗിൾസ്, അതിൻ്റെ ഐഡൻറ്റിറ്റി, അതെല്ലാം ആ വാക്കുകളിലൂടെ കാണിക്കുക എന്നുള്ളതാണ്. സോ റൈറ്റിംഗ് ദ ലാൻഡ് ഇസ് ബേസിക്കലി ഒരു മെറ്റഫറാണത്. കാരണം അത് കൾച്ചറലിയും എന്താ പറയുക അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ലെഗസീനെയൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക, എഴുതി സൂക്ഷിക്കുക. കാരണം അത് എന്താ പറയുക അതിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളൊരു ഐഡിയയാണ് വരുന്നത്. ഐ വോണ്ട് ദ വേർഡ്സ് ടു ബി ദ ലാൻഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതണം? എനിക്ക് അത്രയും എംഫസിസിൽ എഴുതണം, അല്ലെങ്കിൽ അത്രയും ഉറപ്പിൽ എഴുതണം. സോ ദാറ്റ് ദ വേർഡ്സ്, അതായത് വാക്കുകൾ തന്നെ ഈ നാടായിട്ട് മാറുന്ന രീതിയിൽ. ബേസിക്കലി ആ വാക്കുകൾ എന്ന് പറയുന്നത് വെറുതെ നാടിനെ ഡിസ്ക്രൈബ് ചെയ്യുകയല്ല, നേരെ മറിച്ച് അതിനെ എംബോഡി ചെയ്യുന്ന പോലെ എഴുതണം എന്നാണ് പറയുന്നത്. അത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിയർ റെപ്രസെൻറ്റേഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ എന്താ പറയുന്നത് ലിറ്റററി റീഇൻകാർണേഷൻ ഓഫ് ദ ലാൻഡ് എന്നുള്ള രീതിയിലും നമുക്ക് പറയാം. ബട്ട് ഐ എം ജസ്റ്റ് എ സ്റ്റാച്യു ദ റോമൻസ് കാർവ്ഡ് ആൻഡ് ദ അറബ്സ് ഫോർഗോട്ട്. അതായത് ആ ഹിസ്റ്റോറിക്കൽ മാർജിനലൈസേഷനെയും അതുപോലെ തന്നെ അവർ നേരിട്ടിട്ടുള്ള കൊളോണിയലിസത്തിനെയും ഒക്കെയാണ് അതിലൂടെ കാണിക്കുന്നത്. അതായത് ആൻഷ്യൻ സിവിലൈസേഷൻസ് ആയിട്ടുള്ള റോമൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ അതിന് ശേഷം വന്നു കഴിഞ്ഞാൽ സബ്സിക്വൻ്റ് ആയിട്ട് വന്ന അറബ്സ്, ഇവരുടെയൊക്കെ എന്താ പറയുന്നത് നെഗ്ലക്റ്റ് ഓഫ് ദ കൾച്ചറൽ ഐഡൻറ്റിറ്റി ഓഫ് പാലസ്തീൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റി അവർ മറന്നു കളഞ്ഞു. അതുപോലെ തന്നെ എന്താ പറയുന്നത് ആളുകളെ സൈലൻസ് ചെയ്തു, അവരെ കൾച്ചറൽ ഹെറിറ്റേജിനെ സൈലൻസ് ചെയ്തു. അപ്പോൾ സ്റ്റാച്ചു എന്നുള്ളതാകുമ്പോൾ എന്താ വെച്ചാൽ സ്റ്റാച്ചു ഷോസ് ഇമ്മൊബിലിറ്റി. സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ, നമ്മൾ സ്റ്റില്ലാണ്. അപ്പോൾ മാത്രമല്ല സംസാരിക്കാൻ പോലും കഴിയില്ല. സോ അത് കാണിക്കുന്നത് ആ സൈലൻസിങ്ങിനെയാണ്. അത് ഫോഴ്സ്ഡാണ്, ഒപ്രഷനാണ്. കൊളോണൈസേഴ്സ് സ്റ്റോൾ മൈ സിവിയർഡ് ഹാൻഡ് ആൻഡ് സ്റ്റക്ക് ഇറ്റ് ഇൻ എ മ്യൂസിയം. കൊളോണൈസേഴ്സ് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? എൻ്റെ ഈ മുറിഞ്ഞു പോയ കൈയിനെ കട്ടെടുത്ത് അവർ മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സാധാരണ നമ്മൾക്ക് ഈ വേറെ ആളുകളുടെ പെയിൻറ്റിനെയും കാര്യങ്ങളെയും എന്താ പറയുക ആർട്ടിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ എന്നുള്ളതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ മ്യൂസിയത്തിൽ വെക്കുകയും പടം വരച്ച് വെക്കുകയും അല്ലെങ്കിൽ ശില്പങ്ങൾ കൊത്തി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ അത് ആക്ച്വലി ആളുകളുടെ പെയിനെ, വേദനയാണ്, അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിളിനെ നമ്മൾ വസ്തുവാക്കി മാറ്റുക ചെയ്യുന്നത്. അതിനെയാണ് ആക്ച്വലി അവിടെ പോയിട്ട് കോൾ ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും കൊളോണിയലിസത്തിൻ്റെ ആഫ്റ്റർ മാത്ത് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ സ്ട്രഗിളിനെ, നമ്മുടെ പെയിനെയൊക്കെ ആളുകൾ ആർട്ടിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ എന്നുള്ള പേരിൽ അതിനെ എന്താ പറയുന്നത് ഒരു കാഴ്ച വസ്തുവാക്കി, പ്രദർശന വസ്തുവാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും. നോ മാറ്റർ വാട്ട് ഐ സ്റ്റിൽ വോണ്ട് ടു റൈറ്റ് ഇറ്റ് ദ ലാൻഡ്.
അതായത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ചരിത്രം നമ്മളെ മായ്ച്ച് കളയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാവരും നമ്മളെ മാർജിനലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എഴുതുക തന്നെ വേണം. മാത്രമല്ല എനിക്ക് എഴുതിയിട്ട് ഈ നാടിൻ്റെ കഥ എനിക്ക് തിരിച്ചു പിടിക്കണം, ഈ നാടിനെ എനിക്ക് തിരിച്ചു പിടിക്കണം, ഈ നാടിൻ്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ലെഗസിയെയും എനിക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് കവി പറയുന്നത്. മൈ വേർഡ്സ് ആർ എവ്രിവെയർ ആൻഡ് സൈലൻസ് ഇസ് മൈ സ്റ്റോറി. അതായത് എങ്ങനെയാണ് ഈ ഇപ്പോൾ എസ്പെഷ്യലി പാലസ്തീനെ കുറിച്ചുള്ള നാരേറ്റീവ്സും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ സൈലൻസും അവരുടെ കഥയാണെന്ന് പറയുന്നത്. സോ സൈലൻസ് എന്നുള്ളത് പറയുന്നത് കുറച്ചും കൂടെ പവർഫുള്ളാണ്. കാരണം സൈലൻസ് എപ്പോഴും ഉണ്ടാകുന്നത് ഇവരുടെ കേസിൽ അവരെ ഫോഴ്സിബിളി മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, അവരെ ഫോഴ്സിബിളി സൈലൻസ് ചെയ്തിരിക്കുകയാണ്. അതായത് അവർക്ക് പറയാനുള്ളത് അവരെ പറയാൻ അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ സൈലൻസിനാണ് പവർ കൂടുതൽ. വളരെ ചെറിയൊരു പോയമാണ്. മെയിൻ തീംസും ബാക്കി നോട്ട്സും ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. താങ്ക് യു.